ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഒരു സിമ്പിൾ സി പ്രോഗ്രാം എഴുതാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വേരിയബിൾ എന്ന കൺസെപ്റ്റാണ്. അതെങ്ങനെ യൂസ് ചെയ്യാം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. കുറച്ച് ബോറിംഗ് സബ്ജക്റ്റാണ്, എന്നാലും നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഏജ് 1, രണ്ടാമത്തെ ഏജ് 2. ഡിക്ലെയർ ചെയ്യാറിന് ആദ്യമായിട്ട് നമ്മൾ ആ വേരിയബിൾ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ സി പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യുന്നതിനാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വേരിയബിളിനകത്ത് നമ്മൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക. അതായത് 1, 2, 3 പോലത്തെ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക. മറ്റ് വേരിയബിൾ ടൈപ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു പേര് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രിങ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ABC എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതേപോലെ 3.14 അങ്ങനത്തെ ഡെസിമൽ പോയിന്റ് വരുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ മറ്റൊരു ഡാറ്റ ടൈപ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഏജിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള 1, 2 പോലത്തെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇൻറ്റ് അറിയുന്ന ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്ത്. ഇനി ഏജ് അറിയുന്നത് ഒരു വേരിയബിളാണ്, അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു വേരിയബിളാണ് ഏജ് 2. ഇനി നമുക്ക് വേരിയബിളിൻ്റെ വർക്കിംഗ് കൂടി നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിനകത്താണ് നമ്മൾ സി പ്രോഗ്രാം ചെയ്തുക. ആ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് മെമ്മറി ഉണ്ടാവും. നമ്മുടെ സി പ്രോഗ്രാം യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ മെമ്മറിയെ ആക്സസ് ചെയ്യാം, മെമ്മറി യൂസും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാറുണ്ട്, നമ്മളൊരു മെമ്മറി കൺസിഡർ ചെയ്യാം. ഈ മെമ്മറിയുടെ അകത്ത് ചെറിയ ചെറിയ ബ്ലോക്ക് ഓഫ് സെല്ലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലത്ത് ഒരുപാട് ബ്ലോക്ക് ആയിട്ടായിരിക്കും അവിടെ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 100 ബ്ലോക്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനത്തെ 100 ബ്ലോക്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു ഇൻറ്റ് ഏജ് 1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കാറുണ്ട്, നമ്മുടെ മെമ്മറിയിലെ ഏതെങ്കിലും ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു മെമ്മറി ബ്ലോക്ക് ഏജ് 1 എന്ന് പറയുന്ന ഒരു വേരിയബിളിന് വേണ്ടി അസൈൻ ചെയ്യും. അല്ലെങ്കിൽ ഏജ് 1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഈ മെമ്മറിയെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ സി പ്രോഗ്രാം അലോക്കേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഇൻറ്റ് ഏജ് 2 അറിയുമ്പോൾ അത് ചിലപ്പോൾ മറ്റൊരു ലൊക്കേഷൻ, ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷന് ഏജ് 2 എന്ന വേരിയബിൾ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അലോക്കേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഏജ് 1 = 25 എന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഏജ് 1 വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഫസ്റ്റത്താണ്. അപ്പോൾ ഏജ് 1 = 25 എന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നമ്മുടെ മെമ്മറിയിൽ ഏജ് 1 സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏത് സ്ഥലമാണോ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ 25 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഇനി ഏജ് 2 = 30 എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, നമ്മുടെ ഏജ് 2 സ്റ്റോർ ചെയ്യാൻ വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് 30 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏജ് 1 = ഏജ് 2. ഇപ്പോൾ ഏജ് 1 വാല്യൂ അറിയുന്നത് 25ഉം ഏജ് 2 വാല്യൂ അറിയുന്നത് 30 ആണ്. അപ്പോൾ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഈ 25 ഇവിടുന്ന് മാറ്റി ഇവിടെ 30 അറിയുന്ന വാല്യൂ സ്റ്റോർ ആവും. ഇനി ഏജ് 2 = 40 എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്താലോ, ഏജ് 2 ഇപ്പോൾ 30 ആണുള്ളത്, അത് ഇവിടുന്ന് മാറ്റി ഇവിടെ 40 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. ഇങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ സി പ്രോഗ്രാം യൂസ് ചെയ്ത് വേരിയബിളിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടില്ല. നമുക്ക് എന്നാലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ചൊന്നും വരാനില്ല, കാരണം നമ്മൾ പ്രിൻ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിസൾട്ടിൽ കാര്യമായിട്ടൊന്നും കാണില്ല. പക്ഷേ നമുക്ക് എന്താക്കാം, ഈ ജസ്റ്റ് കോഡൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. പ്രിൻ്റ് ഇതിനകത്ത് നമുക്ക് ഏജ് 1 നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അതേപോലെ പ്രിൻ്റ് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഏജ് 1 അതേപോലെ ഏജ് 2 എന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കാണുള്ളൂ. അതുമാത്രമല്ല അത് രണ്ടും ഒന്നിച്ചാണ് വന്നത്. ഈവൻ നമ്മൾ 2 ലൈനിലായിട്ട് എഴുതിയിരിക്കുന്നെങ്കിലും അത് രണ്ടും ഒന്നിച്ചാണ് വന്നത്.
അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ ലൈന് അടുത്ത ലൈനിൽ ഒരു ന്യൂ ലൈനിൽ ഔട്ട്പുട്ടിൽ വരണമെങ്കിൽ നമുക്ക് /n യൂസ് ചെയ്യാം. ഇനി ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ age 1 ഈസ് ഒരു ലൈനിൽ വന്നു, age 2 ഈസ് അടുത്ത ലൈനിൽ വന്നു. ഇനി നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് age 1 ഈസ് അല്ലെങ്കിൽ age 2 ഈസ് പ്രിന്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ആ വാല്യൂ age 1 വാല്യൂ പ്രിന്റ് ചെയ്യണം. അതിന് നമ്മൾ ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ന്യൂമറിക്കലായിട്ടുള്ള ഡാറ്റ ആയതുകൊണ്ട് തന്നെ ഇൻറ്റീജർ വേരിയബിൾ ആണ് കൊടുത്ത്, ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ %d എന്ന് സ്പെസിഫൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഡബിൾ കോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കോമ ഇട്ട് ഏത് വേരിയബിളിൻ്റെ വാല്യൂ ആണോ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ age 1 ഈസ് %d. %d കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? age 1 വാല്യൂ, age 1 എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. %d അല്ലെങ്കിൽ d കൊണ്ട് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത് അതൊരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റയാണ്. അതേപോലെ ഏജ് അറിയുന്ന വേരിയബിളിലെ വാല്യൂ ആണ് എനിക്ക് വേണ്ടത് എന്നാണ് ഈ ഒരു കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കോഡിൽ ഇവിടെ age 1 ഈസ് 0 എന്ന് കിട്ടി. ഇവിടെ 0 വരാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻറ്റ് age 1 അറിയുന്ന സമയത്ത് സി പ്രോഗ്രാം ഏതെങ്കിലും ഒരു മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക. അതിൽ റാൻഡമായിട്ട് ഏതെങ്കിലും ഡിഫോൾട്ട് വാല്യൂ ചിലപ്പോൾ ഓൾറെഡി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും age 1 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇതേപോലെ നമുക്ക് എന്താക്കാം, %d യൂസ് ചെയ്ത് രണ്ടാമത്തെ വേരിയബിളിലെ വാല്യൂ കൂടി പ്രിന്റ് ചെയ്ത് നോക്കാം. ചില സമയത്ത് നമുക്ക് അതേ വാല്യൂ തന്നെ വീണ്ടും കിട്ടും. ഇപ്പം നമുക്ക് age 2 ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ %d age 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം നമുക്ക് age 2 1 അറിയുന്ന വാല്യൂ ആണ് കിട്ടിയത്. ഇനി ഞാൻ age 1 ഈക്വൽ ടു 25 എന്ന് പറയുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മെമ്മറിയിൽ ഒരു സെല്ല് ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യും. ഓൾറെഡി age 1 വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഡീഫോൾട്ടായിട്ട് 0 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ഇവിടെ 25 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ നൗ എന്ന് കൊടുക്കുന്നു. age 1 ഈസ് നൗ %d age 1. നമ്മൾ age 1 25 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ഇപ്പം നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ age 1 25 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് കാണാൻ പറ്റും age 1 ഈസ് 0, then age 2 ഈസ് 1, then age 1 ഈസ് നൗ 25. ഇനി ഈ കോഡ് അടുത്ത ലൈനിൽ വരാൻ നമുക്ക് ഇവിടെ /n യൂസ് ചെയ്യാം. അതേപോലെ ഞാൻ age 2 വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും age 1 0, age 2 1, ദെൻ നമ്മൾ ഒരു വാല്യൂ 25 പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് age 1 വാല്യൂ 25 ആയി മാറി. അതേപോലെ age 2 വാല്യൂ 30 ആയി മാറി. ഇതുവരെ നമ്മൾ കണ്ടത് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്യുകയായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ age 1 ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്തു. ഇനി അതിന് പകരം നമുക്ക് എന്താക്കാം, ഒരു വേരിയബിളിലെ വാല്യൂ മറ്റൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. അപ്പോൾ age 2 അറിയുന്ന 30 അറിയുന്ന വാല്യൂ ആണ്. അത് age 1 അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ age 1 age 2 ഒരേ വാല്യൂ ആവും. ഞാൻ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ആദ്യം age 0 1, ദെൻ നമ്മൾ 25 അസൈൻ ചെയ്തു, അത് പ്രിന്റ് ചെയ്തു. 30 അസൈൻ ചെയ്തു, അത് പ്രിന്റ് ചെയ്തു. ഇപ്പം നമ്മൾ age 1 age 2 ഒരേ വാല്യൂ ആക്കി. അത് കഴിഞ്ഞ് age 1 30, age 2 30 അങ്ങനെ പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ age 2 40 അറിയുന്ന വാല്യൂ അസൈൻ ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ age 2 വാല്യൂ 40 ആയിട്ടുണ്ടാവും. ഇപ്പോൾ age 1 ഡിക്ലെയർ ചെയ്ത സമയത്ത് 0 വന്ന്, 2 1 വന്ന്, age 1 നമ്മൾ 25 അറിയുന്ന വാല്യൂ അസൈൻ ചെയ്തു, age 2 30 അറിയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ദെൻ age 1 നമ്മൾ age 2 വാല്യൂ കോപ്പി ചെയ്തു. ദെൻ age 1 age 2 ഒരേ സമയം 30 ആയി. അത് കഴിഞ്ഞ് age 2 ഞാൻ 40 അറിയുന്ന വാല്യൂ അസൈൻ ചെയ്തു, അത് പ്രിന്റ് ചെയ്തു.
ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അത് കഴിഞ്ഞ് വാല്യൂ അസൈൻ ചെയ്തു, അതേപോലെ ഒരു വേരിയബിളിലെ വാല്യൂ മറ്റൊരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്തു. ഇത് കൂടാതെ നമുക്ക് എന്താക്കാം, ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു റാൻഡം വാല്യൂ കൊടുക്കാം. സേ ഫോർ എക്സാമ്പിൾ ഏജ് 1ൽ 20ഉം ഏജ് 2ൽ 125. ആർക്കും 125 ഏജൊക്കെ എക്സെപ്ഷനായിരിക്കും, എങ്കിലും ഞാനൊരു വാല്യൂ കൊടുക്കുന്നു. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഏജ് 1ൽ ഡിക്ലെയർ ചെയ്ത സമയത്ത് 20ഉം അതേപോലെ ഏജ് 2ൽ ഡിക്ലെയർ ചെയ്ത സമയത്ത് 125 ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാം. വേരിയബിൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. കുറച്ച് ബോറിംഗ് ആണ്, എങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള മൊഡ്യൂളുകളൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.